കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അല്ല ഞാൻ പറയുന്നത്, മാർക്കോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഒരു രാഷ്ട്രീയ വിഭാഗത്തിന്റെ ചോർച്ചിലാണ്. കാരണം ആഫ്റ്റർ മാളികപ്പുറം അവർക്ക് ഏതെങ്കിലും രീതിയിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ കിട്ടണം എന്നുള്ളത്. കാറിലിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജിത്തുവായിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ചെവി കടിക്കുന്ന സീൻ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് റിവ്യൂ പറയുന്നത്, നമുക്കൊരു ബന്നു അടിച്ചിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ കടിച്ചിരിക്കാന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞതിനോട് യോജിക്കുന്നവരുണ്ട്, സിനിമ കാണാത്തവരാണ് അധികം വീഡിയോസ് കാണുക. മൂവി ഒപ്പീനിയൻ പറയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാ സിനിമകളും പറയുന്ന പോലെ എനിക്ക് എന്ത് ചെയ്യണം, അത് പറയുക എന്നുള്ളതേ ഞാൻ ചെയ്തുള്ളൂ. ഒരു രാഷ്ട്രീയ വിഭാഗത്തിന്റെ ചോർച്ചിലാണ്. കാരണം ആഫ്റ്റർ മാളികപ്പുറം അവർക്ക് ഏതെങ്കിലും രീതിയിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ കിട്ടണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ചോദിക്കുമ്പോഴും സായി ഭയങ്കര പക്വമായിട്ടുള്ള ഉത്തരങ്ങളാണ് എനിക്ക് തരുന്നത്. അതായത് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലി സായിക്കൊരു ദേഷ്യമില്ല, ആ ഒരു രീതിയിലാണ് സായിയുടെ. എനിക്ക് പേഴ്സണലി ദേഷ്യം വന്നത് എവിടെയെന്ന് വെച്ചാൽ, ഇപ്പം എന്നെ വിളിച്ചിട്ട് ഞാൻ ഈ വ്യക്തിയുടെ അച്ഛനും അമ്മേനും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ കാര്യമാണ്. അത് നമ്മൾ നോർമലി കോണ്ടന്റിൽ സംസാരിക്കുന്ന സമയത്ത് ഒരാളുടെ അപ്ബ്രിങ്ങിങ്ങിനെ കുറിച്ച് പറയും. അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമല്ല. നമുക്കൊരാളെ സംസാരിക്കുമ്പോൾ അയാളെ വളർന്നു വന്ന രീതികൾ, ചുറ്റുപാടുകൾ, വളർത്തിയ രീതി എന്ന് പറയാൻ പറ്റും. അതൊരിക്കലും ഒരു അച്ഛനും അമ്മേനും കുറ്റമല്ല. പക്ഷെ എന്നെ വിളിച്ചിട്ട് മാ പീ പൂ എന്നൊക്കെ പറയുമ്പോൾ അപ്പം എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടി. അതായത് എന്നെ വിളിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മേനും തെറി വിളിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഹെൽത്തി ഓർ അൺഹെൽത്തി ആ പേഴ്സണോട് വേണ്ട, ഒന്ന് ലൈക്ക് ആ ഒരു വ്യക്തിയോട് ഇനി ഒന്നും വേണ്ട, ഒരു കോണ്ടാക്റ്റും വേണ്ട, ഒന്നും വേണ്ട, ഒരു രീതിയിലും വേണ്ട, നല്ലതിനും വേണ്ട ചിത്തതിനും വേണ്ട. പക്ഷെ ആ വ്യക്തി ചെയ്യുന്ന വർക്കുകളും ആ വ്യക്തിയുടെ പ്രൊഡക്റ്റുകളും അത് ഞാൻ എന്തിനും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യം എന്താ? കാരണം ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അയാൾ ഒരു ആക്ടറാണ്. ആസ് എൻ ആക്ടർ അയാൾ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്ത് കയറി വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അയാളെ ഇഗ്നോർ ചെയ്ത് എൻ്റെ പേഴ്സണൽ തിങ്സ് ആണ്, പ്രൊഫഷണൽ തിങ്സ് എന്തൊരു ഇത് എൻ്റെ. സായി ഈ ഒരു അടുത്തിറങ്ങിയ മാർക്കോയ്ക്കെതിരായിട്ട് വന്നൊരു റിവ്യൂ സായി ഭയങ്കര നാടകീയമായിട്ടൊക്കെയാണ് ആ റിവ്യൂ അവതരിപ്പിച്ചത്. ഒരു വൺ പീസ് വായിൽ വെച്ചിട്ട് അത് ശരിക്കും ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ അങ്ങനെ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു റിവ്യൂ ആയിരുന്നു അത്. ബിക്കോസ് ഞാൻ പറയാം, ഇതേപോലെ ഒരു റിവ്യൂ പറഞ്ഞു കണ്ടിട്ടുള്ളത് അശ്വിൻ ഗോക്കാണ്. അശ്വിൻ ഗോക്കിൻ്റെ ഒരു പാറ്റേൺ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സിനിമയിലെ ക്യാരക്ടറിന്റെ മേക്ക് ഓവറിൽ വരുന്നു. ആ സിനിമയുടെ അങ്ങേർക്ക് എന്താണ് എക്സ്പീരിയൻസ് സ്റ്റൈൽ, അതാണ് കോക്കിന്റെ പാറ്റേൺ. അതായത് ഇഷ്ടപ്പെടാത്ത സിനിമകൾക്ക് ആ സിനിമയിലെ നായകന്റെയോ അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടറിന്റെ മേക്ക് ഓവറിലാണ് വരിക. അത് വന്നാൽ എല്ലാവർക്കും അറിയാം ആ പടം വലിച്ചു കീറാനാണ് കോക്ക് വരുന്നത് എന്നുള്ളത്. മേ ബി ആളുകൾ അങ്ങനെ ചിന്തിച്ച് കാണും. ഞാൻ ഈ ബന്നു അടിച്ചിരുന്നപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമ കണ്ടിറങ്ങി, വിസ്മയ തിയേറ്ററിലാണ് കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളോടൊരു വ്യക്തി പറഞ്ഞു, സായി ഈ സിനിമ ഭയങ്കര ഹെവി വയലൻസ് ആണ്, എങ്ങനെ തിയേറ്ററിൽ ഈ സാധനം ലൈക്ക് ഇങ്ങോട്ട് വന്നാ പറയുന്നത്. എനിക്ക് പടം ഇഷ്ടമായി, ഞാൻ ഇതും പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഞങ്ങളൊരു കാറിലിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജിത്തുവായിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ചെവി കടിക്കുന്ന സീൻ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് റിവ്യൂ പറയുന്നത്, നമുക്കൊരു ബന്നു അടിച്ചിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ കടിച്ചിരിക്കാന്ന് പറഞ്ഞു. രസമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് അടുത്ത ഡയലോഗ്, ഈ ബന്നു അടിച്ചിട്ട് അടുത്ത ഡയലോഗ് ഞാൻ പറയുന്നത്, ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള അതിൻ്റെ ചെവി അടിച്ച് പറിച്ചു എന്നാണ്. കാരണം അതാരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരുടെയും വിചാരം മറ്റേ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഹൈയിലായിരുന്നു. പക്ഷെ ആ റിവ്യൂല് സായി പറഞ്ഞത് മുഴുവനും ഇൻഫാക്ട് എനിക്ക് തോന്നിയത് ശ്രീനിവാസൻ ആ ഒരു സിനിമയിൽ പറയുന്ന പോലെ എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ, എന്നാൽ എൻ്റെ അച്ഛനെ ഞാൻ കോടതി കയറ്റും എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡായിരുന്നില്ലേ? സിനിമയിലെ എല്ലാ റിവ്യൂലും എൻ്റെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടി ശക്തമായിരുന്നില്ലേ ആ ഒരു? ബറോസിന്റെ റിവ്യൂ ഉണ്ടോ നിങ്ങൾ? ബറോസിന്റെ റിവ്യൂല് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ശക്തമായിട്ട് പലപ്പോഴും ഉണ്ണിമുകുന്ദൻ എന്ന ക്യാരക്ടറിനെ താഴ്ത്തുന്നതായിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രിഡ്ജ് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തുറന്നു പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അല്ല ഞാൻ പറയുന്നത്, മാർക്കോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഈ മാർക്കോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒരു 5 സിനിമാസ് ഈ ക്രിസ്മസ് ന്യൂ ഇയറിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മാർക്കോ പ്ലേസ് ചെയ്യും. ഞാൻ പ്ലേസ് ചെയ്തതുമാണ്, ഞാൻ പറഞ്ഞതാണ് മാർക്കോ റൈഫിൾ ക്ലബ് എന്നാണ് ഞാൻ പറയുന്നത് തന്നെ. കാരണം ഞാൻ എനിമലും കില്ലും ബേബി ബേബി ജോൺ അബ്രാമിൻ്റെ ഒരു പടമുണ്ട്, മറന്നു എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ജോൺ അബ്രാമിൻ്റെ ഒരു കില്ലും പടമുണ്ട്, ഇതേപോലെ വയലൻസ് ആണ് മൊത്തം. ഞാൻ കേട്ടിരുന്നു അതിനെ പറ്റി പറഞ്ഞത്. അപ്പം അങ്ങനെ കുറേ സിനിമകളൊക്കെ, ഞാൻ വയലൻസ് സിനിമകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറഞ്ഞു, ഞാൻ വൈഫൊക്കെ എന്നെ ചീത്ത പറയും, ഞാൻ പോസ്റ്റ്മോർട്ടം വീഡിയോസ് ഇല്ലേ ഞാൻ നോക്കി ഇരുന്ന് കാണുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കര രസമായിട്ട് ഞാൻ ഇരുന്ന് കാണും. അപ്പം അങ്ങനെ വയലൻസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഈ പടം ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ,
ചില ഫാക്ടേഴ്സ് കാണും ഒരു സിനിമയെ പിന്നോട്ട് വലിക്കുന്നത്. എനിക്ക് ആ ഫാക്ടർ ഈ സിനിമയിൽ തോന്നിയത് ഇതിൻ്റെ കഥയാണ്. പിന്നെ ചില സിറ്റുവേഷൻസ് OTT ഇറങ്ങി കഴിഞ്ഞാൽ ഹെവി ട്രോള് വരാനുള്ള സാധ്യത ഉണ്ട്. ചില സിറ്റുവേഷൻസ്, ചില ഡയലോഗ്സ്. അപ്പോൾ അത് ആസ് എ മൂവി ഒപ്പീനിയൻ പറയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാ സിനിമകളും പറയുന്ന പോലെ എനിക്ക് എന്ത് ചെയ്യണം, അത് പറയുക എന്നുള്ളതേ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് ചില സിനിമകളുണ്ട് ഭയങ്കര എക്സ്ട്രാ കൺവിൻസിങ് ആയ സിനിമ. ഇപ്പം അനിമൽ എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയ സിനിമ. ബിക്കോസ് അതിലൊരു കഥയിലൊരു ഫാക്ടർ ഉണ്ട്, അച്ഛൻ മകൻ, എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം. എനിക്ക് ഭയങ്കര തട്ടി, എൻ്റെ മനസ്സ് തട്ടി. അങ്ങനത്തെ ഫാക്ടേഴ്സ് വരുമ്പോൾ പിന്നെ നമ്മൾ 100% കൺവിൻസ്ഡ് ആയി അതിനകത്ത്. നമുക്ക് വയലൻസും ഉണ്ട്, കഥയുണ്ട്. ഞാൻ ഇത് നോക്കുമ്പോൾ വയലൻസ് ചെയ്യാൻ പക്ക ഫുൾ കൺവിൻസ്ഡ് ആണ്. സിനിമയുടെ കഥയിലേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്മാച്ച് തോന്നി. കുറച്ച് അവിടെ ഇവിടെ എക്സ്ട്രാ കുറച്ച് വയലൻസ്. അത് അതിൽ പറയുന്നുണ്ട് വീട്ടിൽ നടക്കുമ്പോഴും കോട്ടിട്ട് സ്യൂട്ട് ഇട്ട് നടക്കുന്നു, ഷൂസ് ഇട്ട് നടക്കുന്നു എന്നൊക്കെ. അതായത് ചില കാര്യങ്ങൾ ആസ് എ പേഴ്സൺ എനിക്ക് കാണുന്ന സമയത്ത് ഇതൊരു ഓവർഡോസ് ആണോ തോന്നിയത് കൊണ്ട് ഞാൻ അതും പറഞ്ഞു. ഇത് ഞാൻ സ്ഥിരമായിട്ട് എല്ലാത്തിലും ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ആണ്. അല്ലാതെ ഇതിനകത്തൊരു ഓക്കെ ഈ സിനിമയെ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അത് പറയാം, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു റിവ്യൂ പലരും റിവ്യൂ ചെയ്തിട്ടുണ്ട് മാർക്കോനെ പറ്റി. റിവ്യൂവിലും ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പൊ ഹെവി വയലൻസ് ആണ്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ടും പക്ഷേ മാർക്കോയ്ക്ക് കിട്ടിയൊരു പരിഗണന അല്ലെങ്കിൽ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. ഇപ്പോഴും കുട്ടികൾ ഉൾപ്പെടെ അത് കാണാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഓരോരുത്തരുടെയും ചിന്താഗതിയും അല്ലെങ്കിൽ കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കും. സായിക്ക് അത് കണ്ടപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്യാനാണ് തോന്നിയത്. അതിനകത്ത് കഥയിൽ സാരാംശത്തിൽ കുറേ അപാകതകളുണ്ട്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സായിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷെ അതിനൊക്കെ ഒരുപാട് ഒപ്പോസ് ചെയ്തിട്ടാണ് ആ റിവ്യൂവിന് സായിയെ എയറിലാക്കിയെന്ന് തന്നെ പറയാം ആ ഒരു റിവ്യൂ വന്നതിന് ശേഷം. എന്തുകൊണ്ടായിരിക്കും അപ്പം അങ്ങനെ വന്നത്? ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഒരു മൂവി ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനാണ് ഒപ്പീനിയൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഞാനാണ് ഫസ്റ്റ്. പക്ഷേ ഈ പറയുന്ന മാർക്കോയ്ക്കാണ് ഇത്രയേറെ. ഞാനൊരു സിനിമയ്ക്ക് ഞാൻ ഒപ്പീനിയൻ പറയും. ഞാൻ ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഞാൻ ഇറങ്ങിയതിനു ശേഷം 10 ചാനലോ 10 വീഡിയോ ഞാൻ കാണാറില്ല. ഞാൻ കാണുന്നു, ഇറങ്ങുന്നു, എൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പോകും. മാർക്കോ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പോയി. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കമന്റ് സെക്ഷൻ നോക്കുന്ന ഒരാളാണ്. ആദ്യത്തെ 10-12 മിനിറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതിനോട് യോജിക്കുന്നവരുണ്ട്, സിനിമ കാണാത്തവരാണ് അധികം വീഡിയോസ് കാണുക. അവർ ഓക്കെ എന്നാൽ പോയി കാണാം റെഗുലർ. 10-12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്രഡ്ജ് റിവ്യൂ ഈ സാധനം വരാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഐഡൻറ്റിറ്റി ഇല്ല. പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ്. അല്ലെങ്കിൽ സിനിമകൾക്ക് PR ചെയ്യാൻ വേണ്ടി മാത്രം, PR കമൻറ്റിങ്ങിന് വേണ്ടി മാത്രമുള്ള പ്രൊഫൈൽസ്. കാരണം നമുക്കൊരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ആ പ്രൊഫൈൽ പ്രീവിയസ് നമ്മളുടെ ഏതൊക്കെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം മൂവി റിവ്യൂവിന് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ്ലി അടിച്ച് കയറി വരാൻ തുടങ്ങി. ഞാൻ അപ്പോഴേ അതിനോട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ഒരു സിനിമ നിങ്ങൾ കണ്ടാണ് ഒരു എഴുതി കാണിക്കുമ്പോൾ അതിന് മുകളിൽ മീം പേജും ട്രോൾ പേജുകൾക്കൊക്കെ അവർ താങ്ക് യു എഴുതി കാണിക്കും. ഈ പേജുകളിലൊക്കെ ഈ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്ലാൻഡ് ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇത്രമാത്രം ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രമാത്രം ID ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടെന്നാണോ പറയുന്നത്? PR is not a small thing. നിങ്ങൾക്ക് പറയാൻ പറ്റും? അതില്ല. ഒരു സിനിമ ഇറക്കാൻ ഇപ്പോൾ 5 കോടി ഒരാള് തീരുമാനിച്ച് ഇറക്കിയെന്ന് വെച്ചാൽ പ്രൊമോഷന് വേണ്ടിയിട്ട് അയാൾ എത്ര ഇറക്കും? അത് ഈ PR-ന്റെ ഭാഗമായിട്ട് ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. ഒരു നടൻ മാറ്റി വെക്കാം, ഒരു സിനിമ ടീമിന് മാറ്റി വെക്കാം, ഒരു പ്രൊഡക്ഷൻ ഹൗസിന് മാറ്റി വെക്കാം. ഇതിൽ നടൻ മാറ്റിവെച്ചതായിരിക്കോ, പ്രൊഡക്ഷൻ ഹൗസ് മാറ്റിവെച്ചതായിരിക്കോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗം മാറ്റിവെച്ചതായിരിക്കും അവരെയാണ് പറയുന്നത്. ഉണ്ണിമുകുന്ദനെ അല്ല ഇതിനകത്ത് പറയുന്നത്. അവര് ചിലപ്പോൾ ഏറ്റെടുത്തിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ വിഭാഗത്തിന്റെ ചോർച്ചിലാണ്. കാരണം ആഫ്റ്റർ മാളികപ്പുറം അവർക്ക് ഏതെങ്കിലും രീതിയിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ കിട്ടണം എന്നുള്ളത് അവരുടെ ഒരു ആശയം. അവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മാർക്കോ ഇറങ്ങിയപ്പോൾ ആഫ്റ്റർ ബിഗ് ബോസും ആ ടാർഗറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക ഒരു വ്യക്തിയുടെ, എന്നെ ഒരു മീം മെറ്റീരിയൽ ആക്കുക എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ അവർ ഭയങ്കരമായിട്ട് നോക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് സൈഡ് വരെ അടി വരാം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെയും പറയും, കോൺഗ്രസ്സുകാരെയും പറയും, സംഘപരിവാറിനെയും പറയും, ഈ പറഞ്ഞ മുസ്ലിം ലീഗിനും പറയും, ഞാൻ ഹിന്ദുവിനെയും പറയും, ക്രിസ്ത്യനെയും പറയും, മുസ്ലിമിനെയും പറയും, ഞാൻ ആരെ വേണേ പറയും. എനിക്ക് പിണറായി വിജയനും പറയുന്നതിനും കുഴപ്പമില്ല, മോദിനെ പറയുന്നതിനും ഉറപ്പുണ്ട്. എനിക്ക് ഏത് വഴിക്ക് വേണമെന്നുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഞാനത് ഓൾറെഡി ഫേസ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മാന്യത കീപ്പ് ചെയ്ത് ഞാൻ സംസാരിക്കാറുള്ളൂ. കമന്റ് ബോക്സിനകത്ത് മാത്രമേ തെറി വിളിച്ച് തിരിച്ച് പറയാറുള്ളൂ. അല്ലാത്ത പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പ്രസന്റ് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ഞാൻ ആ ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഈ രാജ്യം തരുന്ന
ഒരു ഫ്രീഡമാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എക്സ്പെക്റ്റഡ് ആണ്. കാരണം നമ്മൾ വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെ വീഴ്ത്താനോ 100 പേര് കാണും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുകളിൽ പോകാൻ പറ്റും. പിന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് മറോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും ഉണ്ടല്ലോ. അഭിപ്രായങ്ങൾ പറയാം, അതൊരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻസ് വെക്കുന്നുണ്ട്. ഞാൻ എവിടെയും കടന്ന് ആക്രമിച്ച് അവരുടെ വീട്ടിലിരിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെയോ കുടുംബക്കാരെയോ ഞാൻ പറയാറില്ല. ഞാൻ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു വ്യക്തി ചെയ്ത കാര്യങ്ങൾ, അതിനപ്പുറം അയാളുടെ പേഴ്സണൽ ലൈഫിലേക്കോ സാധനത്തിലേക്കോ ഞാൻ കയറി ചെല്ലാറും പറയാറുമില്ല. ഈ PR അറ്റാക്കുകളൊക്കെ നേരെ പോകുന്ന ഒന്നുമില്ലെങ്കിൽ സ്നേഹ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഒരു സൊസൈറ്റി മൊത്തം വേറെ എന്തൊക്കെയോ ഫാക്ടേഴ്സിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് സാഡാണ് തോന്നുന്നത് അവരോടൊക്കെ. വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്വന്തമായിട്ടൊരു സെൽഫ് ഒപ്പീനിയൻ ഇല്ല, സെൽഫായിട്ടൊരു അഭിപ്രായമില്ല, ആർക്കോ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജിൽ സ്നേഹ അടക്കം കൊല്ലുന്നതാണ്. ഞാൻ ഉണ്ണിമുന്തൻ ഫാനാണ്. എൻ്റെ വീട് മലപ്പുറം കോട്ടയ്ക്കലാണ്. ഞാൻ സ്നേഹ അടക്കം കൊല്ലും, വെറുതെ വീട്ടില്ല, നിന്നെയും തീർക്കുന്നൊക്കെ. ഞാൻ ചോദിച്ചു, പൊട്ടനാണോ നീ? അതായത് നീ ലൈഫ് കളയുന്ന ആർക്ക് വേണ്ടിയാ? ഈ പറഞ്ഞ ഒരാൾക്ക് വേണ്ടി. ഈ ആള് നിന്നായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണോ? അല്ല. പക്ഷെ സായി വിചാരിക്കുന്നുണ്ടോ അയാൾ ഉണ്ണിമുകുന്ദൻ ഫാൻ ആയിരിക്കുമെന്ന്? എനിക്കത് നോക്കേണ്ട കാര്യമില്ല. ഞാനത് മനസ്സിലാക്കിയോണ്ടാണ് ആ വ്യക്തിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചത്. ഞാനിത് എടുത്തിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സൈബർ സെല്ലിൽ അയച്ചു കൊടുത്തു. നമുക്ക് മെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ മെയിൽ ചെയ്തിട്ട് എനിക്ക് ത്രെട്ടനിങ് സാധനങ്ങൾ വരുന്നുണ്ട്. അവരത് ടേക്കപ്പ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞാവും FIR ഇടാൻ വിളിക്കുക. ഞാൻ സ്ക്രീൻഷോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എനിക്ക് വരുന്ന കമന്റുകളും ത്രെട്ടനിങ് സാധനങ്ങളും ഞാൻ ഫോർവേഡ് ചെയ്ത് വിടും. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എന്നുള്ള നിലയ്ക്ക് ജീവിതങ്ങളെ ഇപ്പൊ ഈ രാഷ്ട്രീയക്കാർക്ക് അണികളുള്ള പോലെയാണ്. ചില ആളുകൾക്ക് ഒരു അന്തവും പോലുമില്ല, അവരവരുടെ ലൈഫ് കളയാണ്. എന്തിനു വേണ്ടിയിട്ട്?